പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ എന്നും നിർണായക സ്വാധീനമുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഭക്ഷ്യവിഷബാധയേറ്റു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. അദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ആരോഗ്യനില തൃപ്തികരമാണെന്നും അടുത്ത 3 ദിവസത്തേക്ക് വീട്ടിലിരുന്ന് തന്നെ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കാമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഈ വാർത്ത ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകൾ നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വളരെയധികം ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. ഒരു വശത്ത് പ്രധാനമന്ത്രിയുടെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുമ്പോൾ തന്നെ മറുവശത്ത് സമാധാന ചർച്ചകളുടെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും അനിശ്ചിതത്വങ്ങളും ഒരുപോലെ ഉയർന്നു വരുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട പ്രസ്താവന അനുസരിച്ച് കുടൽ വീക്കവും നിർജ്ജലീകരണവുമാണ് 75 വയസ്സുകാരനായ നെതന്യാഹുവിനെ അലട്ടിയത്. ശനിയാഴ്ച രാത്രിയോടെയാണ് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടാൻ തുടങ്ങിയത്. വിദഗ്ധരായ ഡോക്ടർമാരുടെ സംഘം അദ്ദേഹത്തിന് അടിയന്തര ചികിത്സ നൽകുകയും അടുത്ത 3 ദിവസത്തേക്ക് പൂർണ്ണ വിശ്രമം നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ വിശ്രമവേളയിൽ പോലും രാജ്യത്തിന്റെ സുപ്രധാന വിഷയങ്ങളിൽ നെതന്യാഹു വീട്ടിലിരുന്നു തന്നെ ഇടപെടലുകൾ നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഊഹാപോഹങ്ങൾക്ക് ഇടം നൽകാതെ പ്രധാനമന്ത്രിയുടെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തുവിടാൻ അധികൃതർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. നെതന്യാഹുവിന്റെ ആരോഗ്യസ്ഥിതിക്ക് ഈ സന്ദർഭത്തിൽ വളരെയധികം പ്രാധാന്യവുമുണ്ട്. 2023 അദ്ദേഹത്തിന് പേസ് മേക്കർ ഘടിപ്പിക്കേണ്ടി വന്നത് പലരെയും ആശങ്കയിലായിത്തീരുന്നു. കൂടാതെ കഴിഞ്ഞ ഡിസംബറിൽ മൂത്രാശയ രോഗബാധയെ തുടർന്ന് പ്രോസ്റ്റേറ്റ് നീക്കം ചെയ്യേണ്ടി വന്നതും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കൂടുതൽ വർദ്ധിപ്പിച്ചു. ഇസ്രായേലിന്റെ രാഷ്ട്രീയ സാഹചര്യവും ഗാസയുമായുള്ള സംഘർഷവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രധാനമന്ത്രിയുടെ ആരോഗ്യം സുസ്ഥിരമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും നയതന്ത്ര ബന്ധങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ ഒരു കൂട്ടം വിദഗ്ധ ഡോക്ടർമാർ അതീവ ശ്രദ്ധയോടെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില നിരീക്ഷിച്ചു വരുന്നത്. നെതന്യാഹുവിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലും ഗാസയിലെ സമാധാന ചർച്ചകൾക്ക് വേഗത കൂടുന്നു എന്നത് ലോകത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ദോഹയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പരോക്ഷ വെടിനിർത്തൽ ചർച്ചകൾ വീണ്ടും ആരംഭിച്ചു എന്ന വാർത്ത ശുഭസൂചകമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസയിൽ ബന്ദികളാക്കപ്പെട്ട മറ്റൊരു സംഘത്തെ കൂടി ഉടൻ മോചിപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനം ഈ ചർച്ചകൾക്ക് ഊർജം പകർന്നിട്ടുണ്ട്. ജൂലൈ 6 മുതൽ അമേരിക്കയുടെ മുൻകൈയിൽ മേഖലയിൽ സമാധാന ശ്രമങ്ങൾ സജീവമായി നടക്കുന്നുണ്ട്. ഈ ചർച്ചകളുടെ പ്രധാന ലക്ഷ്യം സംഘർഷ മേഖലയിൽ ഒരു ശാശ്വത സമാധാനം കൊണ്ടുവരിക എന്നതിലുപരി ബന്ദികളെയും പലസ്തീൻ തടവുകാരെയും ഘട്ടം ഘട്ടമായി മോചിപ്പിക്കുന്നതിന് പകരമായി ഈ ചർച്ചകളുടെ പ്രധാന ലക്ഷ്യം സംഘർഷ മേഖലയിൽ ഒരു ശാശ്വത സമാധാനം കൊണ്ടുവരിക എന്നതിലുപരി ബന്ദികളെയും പലസ്തീൻ തടവുകാരെയും ഘട്ടം ഘട്ടമായി മോചിപ്പിക്കുന്നതിന് പകരമായി 60 ദിവസത്തെ ഒരു വെടിനിർത്തൽ കൊണ്ടുവരിക എന്നതാണ്. നിലവിലെ പദ്ധതി അനുസരിച്ച് ആദ്യഘട്ടത്തിൽ 10 ഇസ്രായേലി ബന്ദികളെയും 18 പേരുടെ മൃതദേഹങ്ങളും 2 മാസത്തിനുള്ളിൽ വിട്ടയക്കും. ഇതിനു പകരമായി ഇസ്രായേൽ എത്ര പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുമെന്നത് ഇതുവരെ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല. എങ്കിലും ഈ ചർച്ചകൾ ഒരു സമഗ്രമായ സമാധാന കരാറിലേക്ക് എത്താൻ സഹായകരമാകുമെന്നാണ് അന്താരാഷ്ട്ര സമൂഹം പ്രതീക്ഷിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ ഉടമ്പടി ആസന്നമാണെന്ന് പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ അന്തിമ കരാറിൽ ഇരുപക്ഷത്തിനും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. നിലവിലുള്ള ചർച്ചകൾ പരാജയപ്പെട്ടാൽ വിശാലമായ ഒരു പൂർണ്ണ പാക്കേജിനായി തങ്ങൾ നിർബന്ധം പിടിച്ചേക്കുമെന്നാണ് ഹമാസിന്റെ മുതിർന്ന സൈനിക വക്താവ് അടുത്തിടെ വ്യക്തമാക്കിയത്. ഇത് ചർച്ചകൾക്ക് ഒരു പുതിയ മാനം നൽകാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ചെറിയ വെടിനിർത്തലിന് പകരം സമഗ്രമായ ഒരു സമാധാന ഉടമ്പടിയിലേക്ക് നീങ്ങാൻ ഹമാസ് ശ്രമിച്ചേക്കും. ഗാസയിലെ സംഘർഷം ലോകമെമ്പാടുമുള്ള നേതാക്കളെയും മതപുരോഹിതരുടെയും ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലിയോ 14 മാർപ്പാപ്പയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചത് നയതന്ത്ര തലത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു നീക്കമായി വിലയിരുത്തപ്പെടുന്നത്. ഗാസയിൽ അടിയന്തരമായി സഹായം എത്തിക്കണമെന്നും ഉടൻ വെടിനിർത്തൽ വേണമെന്നും മാർപ്പാപ്പ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടതായി വത്തിക്കാൻ അറിയിച്ചു. ഗാസയിലെ ഏക കത്തോലിക്ക പള്ളിക്ക് നേരെ ഇസ്രായേൽ സൈന്യം ബോംബാക്രമണം നടത്തിയതിന്റെ പിറ്റേന്നാണ് നെതന്യാഹു മാർപ്പാപ്പയെ വിളിച്ചത് എന്നും ഈ സംഭാഷണത്തിന് കൂടുതൽ ശ്രദ്ധ നൽകുന്നുണ്ട്. ഈ നീക്കം ഇസ്രായേലിന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായ മെച്ചപ്പെടുത്താനും ഗാസയിലെ മാനുഷിക പ്രതിസന്ധി ലഘൂകരിക്കുന്നതിന് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ നേടാനും നെതന്യാഹു സർക്കാർ ശ്രമിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. മതപരമായ നേതാക്കളുമായുള്ള ഈ ഇടപെടലുകൾ സംഘർഷത്തിന് രാഷ്ട്രീയ പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾക്ക് പുറമെ മാനുഷികപരമായ തലത്തിലും ശ്രദ്ധ നൽകുന്നു എന്നതിന്റെ തെളിവാണിത്. ഇത് അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇസ്രായേലിനോടുള്ള സമീപനത്തിൽ ഒരു വലിയ മാറ്റം വരുത്താൻ സാധ്യതയുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആരോഗ്യനില സാധാരണ നിലയിലേക്ക് എത്തുന്നത് രാജ്യത്തിന്റെ സുസ്ഥിരതയ്ക്ക് അനിവാര്യമാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഗാസ ചർച്ചകൾ ഒരു സമാധാന കരാറിലേക്ക് എത്തുമോ എന്ന് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നുണ്ട്. ഒരു വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായാൽ അത് മേഖലയിലെ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വലിയ ആശ്വാസം നൽകും, പ്രത്യേകിച്ച് ഗാസയിലെ ജനങ്ങൾക്ക്. അതേസമയം ഹമാസിന്റെ അടുത്ത നിലപാടുകളും പലപ്പോഴും ചർച്ചകൾക്ക് വെല്ലുവിളിയാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല.
ഇസ്രായേൽ പലസ്തീൻ സംഘർഷം ഒരു സങ്കീർണമായ പ്രശ്നമാണ്. ഇതിനൊരു സമഗ്രവും ശാശ്വതവുമായ പരിഹാരം കണ്ടെത്താൻ ശക്തമായ നയതന്ത്ര ഇടപെടലുകളും ഇരുപക്ഷത്തിനും വിട്ടുവീഴ്ചകളും അനിവാര്യമാണ്. നെതന്യാഹുവിന്റെ ആരോഗ്യ പ്രശ്നങ്ങളും ഈ നിർണായക ചർച്ചകളും അടുത്ത ദിവസങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പ്രധാന വാർത്തയായി തുടരും. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയും ഗാസ ചർച്ചകളുടെ പുരോഗതിയും ആഗോളതലത്തിൽ ഉറ്റുനോക്കപ്പെടും. കാരണം ഈ ചർച്ചകളുടെ ഫലം പശ്ചിമേഷ്യയുടെ ഭാവിയെ നിർണായകമായി സ്വാധീനിക്കും.